Hi, Namaste. Welcome back to another interesting topic of our English class. Today, we are going to discuss a very inspirational poetry written by Pablo Neruda. Actually, the basic theme of this poem is poetic inspiration or poetic creativity, and this poem talks about an extreme happiness. It is written in free verse, so there is no rhyming words or no rhyming scheme. So guys, shall we start? Yes. So poetry by Pablo Neruda. So guys, I'll read this poem and give you a line by line explanation. You people just go through the line and try to understand the poem. So shall we start? Yes. And it was at that age poetry arrived in search of me. I don't know where it came from winter or a river. I already told you, ഇത് ഒരു ഫ്രീ വേർഡ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പ്രത്യേകിച്ചൊരു റൈം സ്കീമോ റൈമിംഗ് വേർഡ്സോ അല്ലെങ്കിൽ താളോ ഒന്നുമില്ല. പോയിറ്റിന്റെ മനസ്സിൽ വന്നതുപോലെ ആ എഴുതിയ ഒരു കവിതയാണ് നമ്മുടെ പോയട്രി എന്ന് പറയുന്ന ഈ കവിത. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് താളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ടോണോ ഒന്നും ഇതിന് നമുക്ക് ചിലപ്പോൾ വായിക്കുന്ന സമയത്ത് കണ്ടില്ലെന്ന് വരാം. പാബ്ലോ നെരൂദ നമ്മളോട് പറയാണ്, ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ്. പോയട്രി ആ പ്രായത്തിലാണ് പോയട്രി എന്നിലേക്ക് വന്നത്. സി ഫസ്റ്റ് ലൈനിൽ തന്നെ അവിടെ ഒരു പെർസോണിഫിക്കേഷൻ അവിടെ കവി ഉപയോഗിക്കുകയാണ്. യു ഓൾ നോ വാട്ട് പെർസോണിഫിക്കേഷൻ ഈസ്. ഹ്യൂമൻ ക്വാളിറ്റി ഒരു നോൺ ലിവിങ് ബീയിങ്ങിനെ കൊടുക്കുന്നതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വരിക എന്നൊരു കവി പറയുകയാണ്, കവിത എന്നിലേക്ക് വന്നത് ആ പ്രായത്തിലാണ് എന്ന്. So poetry arrived. Here you can see a personification. In search of me, enne thedi vannathu. I don't know where it came from winter or a river. എനിക്കറിയില്ല അത് എവിടെ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് അത് എന്നെ തേടി എന്നിലേക്ക് വന്നത്. കവി ഒരു കവിത എഴുതുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കവിത എഴുതാൻ തുടങ്ങിയതിനെ കുറിച്ച് അതിന്റെ ഒരു ഇൻസ്പിറേഷനെ കുറിച്ച് നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. ആ കവിത എന്നിലേക്ക് എന്നെ തേടി വന്നത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേർ ഇറ്റ് കെയിം ഫ്രം. എവിടെ നിന്നാണ് അത് വന്നത് എന്ന് എനിക്കറിയില്ല. ഫ്രം വിന്റർ ഓർ എ റിവർ. അത് വിന്ററിൽ നിന്നാണോ അല്ലെങ്കിൽ റിവറിൽ നിന്നാണോ. അവിടെ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു പോയറ്റിക് ഡിവൈസ് ആണ്, ഒരു കോൺട്രാസ്റ്റ് നമുക്ക് അവിടെ. വിന്റർ ഓർ എ റിവർ, വിന്റർ റിവർ രണ്ടും എക്സ്ട്രീം എൻഡിലുള്ള. ഒന്ന് വിന്റർ, ഇറ്റ്സ് നോ മോഷൻസ് ആർ ദേർ, ബട്ട് റിവർ അതിനൊരു മൂവ്മെന്റ് ഉണ്ട്. വിന്റർ മൂവ്മെന്റ് ഇല്ല, റിവറിന് മൂവ്മെന്റ് ഉള്ളതാണ്. പലപ്പോഴും കവികള് റിവറിനെ ജീവിതത്തോട് വരെ ഉപമിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, വിന്റർ ഓർ എ റിവർ. സോ കവി പറയുകയാണ്, എവിടെ നിന്നാണ് കവിത എന്നിലേക്ക് വന്നത് എന്ന് എനിക്കറിയില്ല. അത് വിന്ററിൽ നിന്നാണോ അല്ലെങ്കിൽ റിവറിൽ നിന്നാണോ ഒന്നും എനിക്കറിയില്ല എന്ന് പറയുന്നത്. Then I don't know how or when. No, they were not voices, they were not words, no silence, but from a street I was summoned, from the branches of night, abruptly from the others. ഈ കവിതയെ സംബന്ധിച്ച് ഇതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പോയറ്റിക് ഡിവൈസസ്, അല്ലിട്രേഷൻ, വിഷ്വൽ ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നതെല്ലാം ഈ ഒരു കവിത വായിക്കുന്ന സമയത്ത് കവി പല കാര്യങ്ങൾ പറഞ്ഞു. റിവർ എന്ന് പറയുന്നുണ്ട്, ബേർഡ്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് എന്തും ഒരു വിഷ്വൽ ഇമേജ് ആയിട്ട് നമുക്ക് എടുക്കാം. അറ്റ് ദ സെയിം ടൈം ഹിയർ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നതിന് ഓഡിറ്ററി ഇമേജ് എന്ന് നമുക്ക്. അപ്പൊ അങ്ങനെ ഒരുപാട് വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ഓൾഫാക്ടറി ഇമേജ് ഒക്കെ ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കവി വീണ്ടും പറയുകയാണ്, I don't know how or when. No, എനിക്ക് എവിടെ നിന്നോ, എന്ന്, എപ്പോ, എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. എന്നിലേക്ക് പക്ഷെ കവിത എത്തി. അത് എവിടെ നിന്ന് വന്നെന്നറിയില്ല, എന്നാണ് വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വന്നത് എന്ന് എനിക്കറിയില്ല എന്ന് കവി പറയുകയാണ്. കവി വീണ്ടും പറയുകയാണ്, ആ കവിത എഴുതുവാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ കവിത എന്നിലേക്ക് വന്നത്, കവിത എഴുതണം എന്ന ഒരു ആഗ്രഹം എന്നിലേക്ക് വന്നത്, no, they were not voices.
അതൊരു ശബ്ദമായിട്ടല്ല, ഒരു ശബ്ദ തരംഗമായിട്ടല്ല കവിത എഴുതണം എന്ന എന്റെ ആഗ്രഹം, അല്ലെങ്കിൽ കവിത എഴുതുവാനുള്ള ഒരു പ്രചോദനം, ആ ഒരു ഇൻസ്പിറേഷൻ എന്നിലേക്ക് വന്നത് they were not voices, ഒരു ശബ്ദമായിട്ടല്ല, and they were not words or no silence. അത് ചില വാക്കുകളായിട്ടോ അല്ലെങ്കിൽ നിശബ്ദമായിട്ടോ അല്ല ആ ഒരു ഇൻസ്പിറേഷൻ എന്നിലേക്ക് വന്നത്. No, they were not voices, they were no words, no silence. See, അവിടെ നമുക്ക് അല്ലിട്രേഷനും അസൊനൻസും നമുക്ക് ആ രണ്ട് ലൈനിൽ കാണാൻ പറ്റും. ന സൗണ്ട് is repeating, കോൺസണന്റ് സൗണ്ട് ആണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ന, not, and they were not words, no silence, no sound repeat ചെയ്യുന്നു. So alliteration and assonance also there. O sound, O vowel sound repeat. O, no, wo, no. So O sound is also repeated, so it is said to be assonance. So alliteration assonance ഉണ്ട്. No, they were not voices, they were not words, no silence. അവിടെയും ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. വേർഡ്സ് വോയിസ് ആയിട്ടും അല്ല, സൈലൻസ് ആയിട്ടും അല്ല, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അവിടെ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നമുക്ക് മനസ്സിലായി, ഈ അലുവയും മത്തിക്കറിയും എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് ലൈനിലും അല്ലെങ്കിൽ ആദ്യത്തെ മൂന്നാമത്തെ ലൈനിൽ വിന്റർ ഓർ റിവർ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും വോയിസസ് ഓർ സൈലൻസ് രണ്ടും പറയുന്നുണ്ട്. Then, but from a street I was summoned, from the branches of night abruptly from the others. Yes, but from a street I was summoned. ഞാൻ ഒരു സ്ട്രീറ്റിലൂടെ അലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഒട്ടും വിചാരിക്കാത്ത സമയത്ത്, ഞാൻ അലക്ഷ്യമായിട്ട് ഇങ്ങനെ നടന്നു നീങ്ങുന്ന സമയത്ത് I was summoned from the branches of night. എന്നെ ആരോ വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ അലക്ഷ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു നീങ്ങുന്ന സമയത്ത് ആ കവിത എങ്ങനെയോ എന്നിലേക്ക് വന്നു. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്. ചിലപ്പോൾ അതൊരു രാത്രിയുടെ നിശബ്ദതയിൽ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ അത് എന്നിലേക്ക് വന്നതാകാം. അല്ലെങ്കിൽ ഒരു കവിത എഴുതണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു കഴിവ്, അത് എന്നിലേക്ക് ചിലപ്പോൾ അങ്ങനെ വന്നതാകാം. abruptly from the others, unexpectedly, ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്നിലേക്ക് വന്നതാകാം ഈ ഒരു ഇൻസ്പിറേഷൻ. ഒരു കവിത എഴുതണം അല്ലെങ്കിൽ കവിത എഴുതാം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നിലേക്ക് വന്നതാകാം എന്ന് കവി പറയുന്നു. Then, among violent fires or returning alone, there I was without a face and it touched me. Among violent fires എന്നതുകൊണ്ട് ഇവിടെ കവി അർത്ഥമാക്കുന്നത് കലാപങ്ങളാണ്. Among violent fires or returning alone, ചിലപ്പോ കലാപങ്ങളോ അല്ലെങ്കിൽ എന്റെ ലോൺലിനെസ്സോ ആകാം. ചിലപ്പോ കലാപങ്ങളിലൂടെയോ ഈ കലാപങ്ങൾ കണ്ടിട്ട് അതിൽ നിന്നുള്ള ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ ലോൺലിനെസ്സോ ആകാം. There I was without a face and it touched me. ആ സമയത്ത് എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലാതിരുന്ന ആ സമയത്ത് I was without a face. Without a face എന്ന് വെച്ചാൽ കവിത എഴുതുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന് ഒരു ഐഡന്റിറ്റി ഇല്ലായിരുന്നു. എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റി, ഇത് കവിയാണ് എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി ഇല്ലാതിരുന്ന സമയത്ത്, കലാപങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു ലോൺലിനെസ്സിലോ സമയത്ത് ഈ കവിത എന്നെ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ കവിത എഴുതുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഈ കലാപങ്ങളിലൂടെയോ അല്ലെങ്കിൽ എന്റെ ലോൺലിനെസ്സിലൂടെയോ എനിക്ക് കിട്ടി. ആ സമയത്ത് എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലായിരുന്നു. പക്ഷേ whenever it touched me, whenever I started to write a poem, എനിക്ക് അപ്പോൾ ഒരു കവി എന്ന അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന ഒരു ഐഡന്റിറ്റി എനിക്ക് വന്നു. ഇത് എഴുതി തുടങ്ങുന്നതിന് മുൻപ് വരെ ഒരു കവിയാണ് എന്ന ഒരു ഐഡന്റിറ്റി എനിക്കില്ലാതിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ കലാപങ്ങളിലൂടെയോ അല്ലെങ്കിൽ എന്റെ ലോൺലിനെസ്സിലൂടെയോ ആ കിട്ടിയ ഒരു പ്രചോദനമാകാം, അല്ലെങ്കിൽ അതിലൂടെയാകാം കവിത എന്നിലേക്ക് വന്നത് എന്ന് നമ്മുടെ കവി ഈ 4 വരികളിലൂടെ പറയുകയാണ്. Then, ഇവിടെയും ഒരു പെർസോണിഫിക്കേഷൻ, ആ ലാസ്റ്റ് ലൈനിൽ ഒരു പെർസോണിഫിക്കേഷൻ, ഒരു ഹ്യൂമൻ ക്വാളിറ്റി. ഇറ്റ് ടച്ച്ഡ് മീ, ദ പോയട്രി ടച്ച്ഡ് മീ എന്ന് കവി പറയുന്നതിലൂടെ ഒരു പെർസോണിഫിക്കേഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Then, I did not know what to say, my mouth had no way with names, my eyes were blind, and something started in my soul, fever of forgotten wings, and I made my own way, deciphering that fire. Yes, I did not know what to say, my mouth had no way with names. ആ സമയത്ത് എഴുതി തുടങ്ങുന്ന സമയത്ത്, കവിത എഴുതി തുടങ്ങുന്ന സമയത്ത് എനിക്കറിയില്ല എന്ത് എഴുതണം, എങ്ങനെ എഴുതണം എന്ന
യാതൊരുവിധ ഒരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, എന്ത് പറയണം. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്. എന്റെ വാക്കുകളിൽ, എന്റെ നാക്കിൽ അങ്ങനെ ഒരു വാക്കുകൾ അല്ലെങ്കിൽ എന്ത് എഴുതണം എന്ന ഒരു ചിന്തയും വന്നിരുന്നില്ല. മൈ ഐസ് വെയർ ബ്ലൈൻഡ്. ഞാന് അപ്പോ മൈ ഐസ് വെയർ ബ്ലൈൻഡ്, എനിക്കൊരു ദീർഘവീക്ഷണം ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. എന്ത് എഴുതണം അല്ലെങ്കിൽ എങ്ങനെ എഴുതണം, ഏത് രീതിയിൽ കവിത എഴുതണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു വീക്ഷണം എനിക്കില്ലാതിരുന്നു എന്ന് പറയണം. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. അഗൈൻ alliteration. So sound is repeating there. Something started in my soul. Yes sound. So sound is repeating there. And something started in my soul. എന്റെ ആത്മാവിൽ എന്തോ ഒന്ന് ആ സമയത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒന്ന് ആരംഭിച്ചിരുന്നു. ഫീവർ ഓഫ് forgotten wings. ഫീവർ, എന്തോ എനിക്കൊരു പനി പോലെ, എനിക്കെന്തോ ഒരു ജ്വരം ബാധിക്കുന്നത് പോലെ forgotten wings എന്നില് ഉണ്ടായി. ഓർ forgotten wings പറക്കുവാൻ മറന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്തെന്നറിയാത്ത ഒരു അവസ്ഥ എനിക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നു. And I made my own way, deciphering that fire. I made my own way. ആ സമയത്ത് ഞാൻ എന്റേതായ പാത തിരിച്ചറിഞ്ഞു. അണ്ടർസ്റ്റാൻഡ്. ഡിസിഫറിംഗ് മീൻസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ എന്റേതാണ്. ആൻഡ് ഐ മേഡ് മൈ ഓൺ വേ, ഡിസിഫറിംഗ് ദാറ്റ് ഫയർ. എന്റെ ഉള്ളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അതുവരെ എനിക്ക് കിട്ടാതിരുന്ന ഒരു കവിത എഴുതണമെന്ന ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു സ്പാർക്ക്. ഇവിടെ ഫയർ എന്നുകൊണ്ട് ഒരു സ്പാർക്ക് എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത്. ആ ഒരു സ്പാർക്ക് ഞാൻ എന്ത് ചെയ്തു, തിരിച്ചറിഞ്ഞു. കവിത എഴുതണം അല്ലെങ്കിൽ കവിത ഇങ്ങനെ എഴുതാം എന്ന എന്റെ ആ ഒരു സ്പാർക്ക്, എന്റെ ഉള്ളിൽ കിടന്ന ആ ഒരു സ്പാർക്ക് ഞാൻ ഐ റിയലൈസ്ഡ്, ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ. അങ്ങനെ ഞാൻ എന്റേതായ പാത തിരഞ്ഞെടുത്തു എന്ന് പാബ്ലോ നെരൂദ പറയുകയാണ്. Then and I wrote the first faint line, faint without substance, pure nonsense, pure wisdom of someone who knows nothing. And suddenly I saw the heavens unfastened and open planets. See, and I wrote the first faint line. I wrote the first faint line. അവ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവ്യക്തമായിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു ലൈൻ ഞാൻ അങ്ങനെ എഴുതി. ഐ റോട്ട് ദ ഫസ്റ്റ് ഫെയിന്റ് ലൈൻ. ബിക്കോസ് ആദ്യമായിട്ട് കവിത എഴുതി തുടങ്ങുമ്പോൾ എന്തെഴുതണം, എങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം എന്ന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ആയിരിക്കും എഴുതി തുടങ്ങുക, അല്ലെ? നമ്മൾ പല ജോലിയും ചെയ്ത് തുടങ്ങുന്ന ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കവി പറയുകയാണ്, ഞാൻ ആദ്യമായിട്ട് കവിത എഴുതി തുടങ്ങിയ സമയത്ത് അത് എങ്ങനെ എഴുതണം അല്ലെങ്കിൽ എന്റെ ആദ്യത്തെ വരി ഒരു അവ്യക്തമായിട്ടുള്ള ഒരു വരി ലൈൻ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. ഫെയിൻ വിത്തൗട്ട് സബ്സ്റ്റൻസ്, പ്യുവർ നോൺസെൻസ്. കവി പറയുകയാണ് അതൊരു പ്യുവർ നോൺസെൻസ് തന്നെയായിരുന്നു. ആൻഡ് പ്യുവർ വിസ്ഡം, അഗെയിൻ എ കോൺട്രാസ്റ്റിംഗ്. ഒരു വിഡ്ഢിയുടെ വിജ്ഞാനം എന്ന് തന്നെ കവി പറയുകയാണ്. അതൊരു പ്യുവർ നോൺസെൻസ് ആൻഡ് പ്യുവർ വിസ്ഡം ഓഫ് സമൺ ഹു നോസ് നത്തിങ്. ഒന്നും അറിഞ്ഞുകൂടാത്തവന്റെ ഒരു വിസ്ഡം, ഒരു വിഡ്ഢിയുടെ വിജ്ഞാനം പോലെയായിരുന്നു ഞാൻ എഴുതിയ ആദ്യത്തെ വരി. കവി എന്ത് മനോഹരമായിട്ടത് പറയുന്നു. കാരണം ആദ്യമായിട്ട് എഴുതുകയാണ്, എന്ത് എഴുതണം, എങ്ങനെ എഴുതണം എന്നൊന്നും അറിഞ്ഞുകൂടാത്ത സമയത്ത് ഞാൻ എഴുതിയത് ഒരു വിഡ്ഢിയുടെ വിജ്ഞാനം പോലെയായിരുന്നു എന്ന് പറയാണ്. നോൺസെൻസ്, പ്യുവർ നോൺസെൻസ് ആൻഡ് പ്യുവർ വിസ്ഡം ഓഫ് സമൺ ഹു നോസ് നത്തിങ്. അവിടെയും ഫസ്റ്റ് ലൈൻ, ഐ റോട്ട് ദ ഫസ്റ്റ് ഫെയിൻ ലൈൻ, അഗൈൻ alliteration, first sound is repeating. See, throughout this poem, ഈ കവിത മുഴുവനും പോയ കവി ഒരുപാട് alliterationും assonanceും then visual images നമുക്ക് കാണുന്ന സമയത്ത് നമുക്കത് കാണുന്നു എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കണ്ട ഒരു അനുഭവം നമ്മൾ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് വിഷ്വൽ ഇമേജസ് കവി ഇതില് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഫ്രീ വേഴ്സിലാണ് കവി ഈ കവിത എഴുതിയതെങ്കിലും ഒരുപാട് വിഷ്വൽ ഇമേജസ്, ഒരുപാട് alliteration, assonance എല്ലാം ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. Someone who knows nothing, and suddenly I saw the heavens unfastened and open planets. And suddenly I saw, പെട്ടെന്ന് ഞാൻ കണ്ടു, the heavens unfastened. Unfastened means കെട്ടഴിച്ചു വിടുക, and open planets. മനസ്സ് ആ ഒരു ഫ്രീഡം ആയിരുന്നു എനിക്ക്. എന്റെ ചിന്തകൾ ചരട് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ അല്ലെങ്കിൽ കെട്ടഴിച്ചു വിട്ട പ്ലാനറ്റ്സിനെ പോലെ എന്ന് കവി പറയുകയാണ്. അത്രത്തോളം വലിയൊരു ചിന്തകളായിരുന്നു എനിക്ക് പിന്നീട് ഉണ്ടായിരുന്നത്. And fastened and open planets. Then
and palpitating plantations. Palpitating plantations means തുടിക്കുന്ന തോട്ടങ്ങൾ. അതൊക്കെയായിരുന്നു എൻ്റെ ആ ഒരു ചിന്തകൾ, എൻ്റെ ആ കവിയുടെ ആ ചിന്തകൾ, അല്ലെങ്കിൽ ആ സമയത്തുള്ള കവിയുടെ അനുഭവം. കവി ഇതിനോടൊക്കെ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. The heavens unfastened and open planets, palpitating plantations, shadow perforated, riddled with arrows, fire and flowers, the winding night, the universe. See, എന്ത് മനോഹരമായിട്ട് കവി അവിടെ പറയുന്നു. ഷാഡോ പെർഫറേറ്റഡ്. പെർഫറേറ്റഡ് മീൻസ് തുളയ്ക്കുക. ഷാഡോ പെർഫറേറ്റഡ്, ഷാഡോ നിഴൽ അല്ലെങ്കിൽ നമുക്ക് അതിന് ഇരുട്ടെന്ന് എടുക്കാം. ഇരുട്ടിനെ തുളയ്ക്കുക മീൻസ് ഇരുട്ടിനെ അകറ്റുക, പ്രകാശം വരിക, പ്രകാശത്തെ വരുത്തുക അല്ലെങ്കിൽ പ്രകാശം പരക്കുക. ഇരുട്ട്, അന്ധകാരം, അജ്ഞത, എന്നിലുണ്ടായിരുന്ന അജ്ഞതയെ അകറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ഇരുട്ടിനെ മാറ്റി പ്രകാശം വരുന്നത് പോലെയായിരുന്നു. ഷാഡോ പെർഫറേറ്റഡ്, റിഡിൽഡ്, ഒരു കടങ്കഥ പോലെ. വിത്ത് ആരോസ്, അതവിടെ കവിയുടെ പല മേഖലകളെ കുറിച്ച്. ആരോസ്, ഫയർ ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് വൈൻഡിങ് നൈറ്റ്, ദി യൂണിവേഴ്സ്, ഇതിനെ കുറിച്ചൊക്കെ കവി എഴുതി. വിത്ത് ആരോസ്, നമുക്ക് ആരോസ് ഇവിടെ ഒരു പവർ എന്നതിന് പകരം നമുക്ക് ആരോസിനെ പവർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഫയർ ആൻഡ് ഫ്ലവേഴ്സ്, ദ വൈൻഡിങ് നൈറ്റ്. വൈൻഡിങ് നൈറ്റ് മീൻസ് മാറി മാറി വരുന്ന രാത്രികൾ, പകൽ രാത്രി, പകൽ രാത്രി, അതുപോലെ മാറി മാറി വരുന്ന പകലും രാത്രിയും ഒക്കെ. ആൻഡ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചം തന്നെ എന്റെ വിഷയങ്ങളായി. അല്ലെങ്കിൽ കവി അതിനെ കുറിച്ചൊക്കെ, അതിലൊക്കെ കുറിച്ച് ചിന്തിക്കാനും അതിനെ കുറിച്ചൊക്കെ എഴുതുവാനും തുടങ്ങി. And I, infinitesimal being, drunk with the great starry void, likeness, image of mystery, felt myself a pure part of the abyss. I wheeled with the stars, my heart broke loose on the wind. And I, infinitesimal. See, infinitesimal means extremely small. അവിടെയും അത് വളരെയധികം താഴ്ത്തിക്കെട്ടുക എന്നൊരു താഴ്ത്തിക്കെട്ടി ഒരു കാര്യം പറയുക എന്ന ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. അത് മെയിൻലി നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പരീക്ഷകളിൽ ചോദിച്ചു കാണാറ്. മിയോസിസ് അല്ലെങ്കിൽ മയോസിസ് എന്നാണ് അതിന്. മയോസിസ് എന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. താഴ്ത്തിക്കെട്ടി പറയുക. ഇവിടെ അദ്ദേഹം പറയുകയാണ്, ഈ പ്ലാനറ്റിൽ, ഈ ഭൂമിയിൽ, ആൻഡ് ഐ ഇൻഫൈനറ്റസിമൽ ബീയിങ് drunk with the great starry void. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറുതായിട്ടുള്ള ഞാൻ എന്ത് ചെയ്തു? drunk with the great starry void. നക്ഷത്രങ്ങൾ നിറഞ്ഞ ശൂന്യത. നക്ഷത്രങ്ങൾ നിറഞ്ഞ ശൂന്യത മീൻസ് ആകാശം അല്ലെ? നക്ഷത്രങ്ങൾ നിറയുക, void മീൻസ് ശൂന്യത. നക്ഷത്രങ്ങൾ നിറഞ്ഞ ശൂന്യത, ആകാശം, അതിനെ ഞാൻ പാനം ചെയ്തു. ഈ പ്രപഞ്ചത്തിൽ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്തു? drunk with the great starry void, likeness, image of mystery, നിഗൂഢതകൾ. ഈ നിഗൂഢതകൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിലെ felt myself a pure part, അതിന്റെ ഒരു ചെറിയൊരു കണികയായിട്ട് മാറിയ ഞാൻ അല്ലെങ്കിൽ ആണ് ഞാൻ എന്ന് എനിക്ക് തോന്നി. image of mystery, felt myself a pure part of abyss. abyss means പ്രപഞ്ചം. ഇവിടെ abyss means പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിലുള്ള വളരെ നേർത്ത, വളരെ ചെറിയ ഒരു പാർട്ടായിട്ട് ഞാൻ മാറി. I wheeled with the stars, my heart broke loose on the wind. I wheeled with the stars, നക്ഷത്രങ്ങളോടൊപ്പം ഞാൻ സഞ്ചരിച്ചു. അവിടെ ഒരു ഹൈപ്പർബോളയാണ് അല്ലെ? നേരത്തെ താഴ്ത്തിക്കെട്ടി പറഞ്ഞാൽ ഇവിടെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയാണ്. I wheeled with the stars, ഹൈപ്പർബോളെ ആണ് ഇവിടെ കവി യൂസ് ചെയ്യുന്നത്. And my heart broke loose on the wind. ഇതും again next last two line, I wheeled with the stars and my heart broke loose on the wind. ഇത് രണ്ടും ഒരു ഹൈപ്പർബോളെ അല്ലെങ്കിൽ എക്സാഗ്രേറ്റഡ് സ്റ്റേറ്റ്മെന്റിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ കവി ഒരു ഇൻസ്പിറേഷൻ, അദ്ദേഹത്തിന്റെ എക്സ്ട്രീം ഹാപ്പിനെസ്, ഒരു കവിയായതിൽ അല്ലെങ്കിൽ ഒരു കവിത തന്നിലേക്ക് എങ്ങനെ വന്നു, താൻ എങ്ങനെ ഒരു കവിയായിട്ട് മാറി, അല്ലെങ്കിൽ അതിനുള്ള ഇൻസ്പിറേഷൻ എന്താണ് എന്ന് വളരെ സുന്ദരമായിട്ട്, വളരെ മനോഹരമായിട്ട് ഈ പോയട്രി എന്ന കവിതയിലൂടെ കവി പ്രസന്റ് ചെയ്യുകയാണ്. So guys, I hope you all understood this poem very well. Thank you guys and see you in the next class.